രാധേ കൃഷ്ണ. ലയമധുരം ഗ്രൂപ്പിൻ്റെ ഭക്തി ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ലയവും അതോടൊപ്പം വളരെ മാധുര്യമേറിയ നമ്മളെല്ലാം നെഞ്ചോട് ചേർത്ത് എല്ലാവരും മനസ്സിലെങ്കിലും ആലപിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന നല്ല ഭക്തിഗാനങ്ങൾ, അതും ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോയി മാതിരിയുള്ള നല്ല നല്ല ഗാനങ്ങൾ കോർത്തിണർത്തിക്കൊണ്ടുള്ള ഒരു ഭക്തിഗാന പരിപാടിയാണ് നമ്മൾ 1 മണിക്കൂർ നേരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഈ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴാണ് ഈ മണ്ഡപത്തിൽ ഒരു ഭക്തിഗാന ആലാപനത്തിനുള്ള അവസരം അവർ ചോദിച്ചത്. അത് ഇന്നത്തെ ഈ ദിവസം ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമാണ്. ഈ 3 പ്രതിഷ്ഠയ്ക്കും സീതാരാമൻ, അതുപോലെ രുക്മിണി, പാണ്ഡുരംഗൻ, രാധാകൃഷ്ണൻ 3 പേർക്കും രാവിലെ ഭജന സമ്പ്രദായത്തിലുള്ള കല്യാണ മഹോത്സവം നടന്ന ദിവസമാണിത്. ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയായിട്ടാണ് ആ പരിപാടികളെല്ലാം ചേർന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരിപാടിയും ഒരർത്ഥത്തിൽ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയായി തന്നെ മാറി എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിച്ച പരിപാടിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യപരിപാടിയിൽ ഇതുകൂടി തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുമായിരുന്നു. എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ലയമധുരം എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് നല്ല സിൻക്രണൈസേഷനോടുകൂടി, അത് പ്രത്യേകിച്ച് ഈ 2 കലാകാരന്മാർ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഗാനങ്ങൾ ഒന്നുകൂടി ശോഭിച്ചത്. ഇനിയും നിങ്ങളെ ഇവിടെ ക്ഷണിച്ച് ഇതുപോലത്തെ ഗാനമേള നടത്താനായിട്ട് ഞങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. താമസിയാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണവും ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും ഒക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ഒരു അവസരം വരുമ്പോൾ അത് 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായി മാറും. ആ അവസരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ക്ഷണിക്കും. നിങ്ങൾ വന്ന് ഈ മണ്ഡപത്തിൽ ഇനിയും പാടണം എന്നുള്ള അപേക്ഷയുണ്ട്. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നവിടെ വരികയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ലയമധുരം ഗ്രൂപ്പിന് സീതാരാമ ഭക്ത സഭയുടെയും ഇവിടെ കൂടിയ എല്ലാ ഭക്തജനങ്ങളുടെയും പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ അമേച്വേഴ്സ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. വളരെ പ്രൊഫഷണലിസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ ഗാനങ്ങളെല്ലാം ആലപിച്ചത്. പിന്നെ സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ പെർഫെക്ഷൻ എന്നാണല്ലോ, പാടി പാടി വരുമ്പോഴാണ് ഇനി കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തുക. അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഭജൻ ഗ്രൂപ്പായി മാറാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.